അപ്പോൾ നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് വേണ്ടത് ചെറിയ പഴമാണ്. ചെറിയ പഴം നമുക്ക് ഒരു 2-3 മതി. അധികം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലെടുക്കും. അപ്പോൾ ഞാനിവിടെ ചെറിയ പഴമാണ്, നല്ല മധുരമുള്ളത്. അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് 4 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി, നമുക്ക് വേണമെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടാം. അപ്പോൾ നമ്മളിവിടെ കപ്പലണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ 5 രൂപയുടെ, അതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രോസൺ മിൽക്കാണ്. അത് ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കതൊന്ന് കട്ടയാക്കി എടുത്താൽ മതി. എന്നിട്ട് അത് കട്ട് ചെയ്തതാണത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇടാം. നമ്മൾ ഞാനിപ്പോൾ ഒരു 2-3 സ്പൂണാണ് ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ തന്നെ പരീക്ഷണങ്ങളായത് കാരണം നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് വേറെ ഒന്നുമില്ല, ആവശ്യത്തിന് കുറച്ചുകൂടെ നമുക്കത് വേണമെങ്കിൽ കുറച്ചുകൂടെ പാൽ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് 5 ഗ്ലാസ്സിലേക്ക് ഷേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തത്. നമുക്കതിന് വേണമെങ്കിൽ കുറച്ചുകൂടെ പീനട്ട്സും പിന്നെ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം. അത്യാവശ്യം കൊള്ളാവുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ നമുക്കായിട്ട് കുടിക്കാനുണ്ട്. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിച്ച് നോക്കണം തോന്നുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.